സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവം അനുദിനം നമ്മെ പരിപാലിക്കുന്ന ഒരു പുതുവർഷം സന്തോഷപൂർവ്വം നേരുന്നു. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവം നമുക്കായി നൽകുന്ന ദൈവിക ചിന്ത, നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. അത് നമ്മുടെ സ്വന്തമായിട്ടെടുത്ത് തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ളതല്ല. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന് സമർപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമുക്ക് കിട്ടിയ ദാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. നമുക്കതുകൊണ്ട് ദൈവം തരുന്ന ഈ ചിന്ത വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അവിടുത്തെ തിരുക്കരങ്ങളിൽ ഈ പുതുവർഷത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം അവിടുന്ന് നൽകിയതെല്ലാം അവിടുന്ന് ദാനമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതാണ്. ജനിച്ച നിമിഷം മുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ദാനമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ആ ദൈവിക ദാനങ്ങളെ ഫലപ്രദമായി അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മൾ ഈ ദൈവിക ചിന്ത മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളെടുക്കുന്ന വചനഭാഗം ലൂക്കാ സുവിശേഷം 15 അധ്യായം 11 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിൽ വിവരിക്കുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ദ പാരബിൾ ഓഫ് പ്രോഡിഗൽ സൺ. അപ്പം നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ 11-ാമത്തെ തിരുവചനം മുതൽ വായിക്കുകയാണ്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അപ്പം ഇളയ മകൻ പിതാവിൽ നിന്ന് വേർപെട്ട് അവൻ്റെ സ്വത്തുമായിട്ട് തനിയെ പോകാൻ ആഗ്രഹിക്കുന്നു. അവനത് ആവശ്യപ്പെടുന്നു. അപ്പോൾ നമുക്കത് ലോകചിന്തയിൽ അല്ലെങ്കിൽ സാമാന്യ ചിന്തയിൽ ഒരു മകൻ പിതാവിനോട് അവൻ്റെ ഓഹരി ആവശ്യപ്പെട്ട് സ്വന്തമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ, ജീവിത വഴി തേടി ജീവിക്കാനുള്ള അവൻ്റെ ഒരാഗ്രഹമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് പിന്നീട് കാണുന്ന സംഭവങ്ങൾ നമുക്കറിയാം. ആ മകൻ ആ ഓഹരിയെല്ലാം ധൂർത്തടിച്ച് നശിപ്പിച്ച് മോശമായി ജീവിച്ച് അധമ വികാരങ്ങൾക്ക് അടിപ്പെട്ട് ജീവിച്ച് സമ്പത്തെല്ലാം നശിപ്പിച്ച് തിരിച്ചൊന്നുമില്ലാത്തവനായി പിതാവിൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നത്, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. നമ്മൾ സങ്കീർത്തനത്തിൽ 73-ാം അധ്യായം 26-ാം വചനം, സങ്കീർത്തനം 73:26, എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. അപ്പോൾ നമ്മുടെ ഓഹരി ശരിക്കും കർത്താവാണ്, ദൈവമാണ് നമ്മുടെ ഓഹരി. സങ്കീർത്തനം 16:5 വീണ്ടും നമ്മൾ ഇങ്ങനെ വായിക്കും, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അപ്പോൾ എൻ്റെ ഓഹരി മുഴുവൻ ഇരിക്കുന്നത് എൻ്റെ കർത്താവിലാണ്. എനിക്ക് അവിടുന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് ആവശ്യമുള്ളത് സമയത്ത് എനിക്ക് തരും. കർത്താവ് തന്നെയാണ് എൻ്റെ ഓഹരി. വീണ്ടും വിലാപങ്ങളിൽ 3-ാം അധ്യായം 24-ാം വചനം, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയും. സങ്കീർത്തനം 119:57 വീണ്ടും ഒരു വചനം നമ്മൾ കാണുകയാണ്,
കർത്താവാണ് എൻ്റെ ഓഹരി, ഞാൻ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഈ സങ്കീർത്തന ഭാഗങ്ങളിലെയും വിലാപങ്ങളുടെ പുസ്തകത്തിലും തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ഓഹരി കർത്താവിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ ഭാഗധേയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ സ്വന്തമായിട്ട് ഓഹരി മേടിച്ച് ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോകുന്ന ഒരു മകൻ. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന കാര്യങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, ആരോഗ്യം, നമ്മുടെ സമയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ദൈവഹിതപ്രകാരം ചെലവഴിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇളയ മകൻ അവൻ്റെ ഓഹരിയെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി എന്നാണ്. ട്രാവൽഡ് ടു എ ഡിസ്റ്റൻറ്റ് കൺട്രി, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ദൂരദേശത്തേക്ക് പോയി. അതായത് അവന് ദൈവം നൽകിയ കഴിവുകൾ, ദൈവം നൽകിയ ആരോഗ്യം, ദൈവം നൽകുന്ന സമ്പത്ത്, ദൈവം നൽകുന്ന ജോലി, ആ കാര്യങ്ങളെല്ലാം അവൻ അവൻ്റെ സ്വന്തമാക്കിയിട്ട് അവൻ ദൈവത്തിൽ നിന്നകന്ന് ദൂരദേശത്തേക്ക് പോവുകയാണ്. നമ്മൾ ചെറുപ്പത്തിൽ മാതാപിതാക്കളിലൂടെ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ദൈവാനുഗ്രഹങ്ങൾ, അതെല്ലാം മേടിച്ച് നമ്മൾ വളരും. സഭയിലൂടെ, കൂദാശകളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിലൂടെ എല്ലാം നമ്മൾ ശാരീരികവും മാനസികമായിട്ട് പക്വത പ്രാപിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെത്തുമ്പോൾ നമ്മൾ പയ്യെ ആ ദാനമായി കിട്ടിയതെല്ലാം നമ്മുടെ സ്വന്തമാണ് എന്നുള്ള ചിന്തയിലേക്ക് വരും. അഹങ്കാരം തുടങ്ങുമ്പോൾ മാതാപിതാക്കന്മാരിലൂടെ ദൈവം നൽകിയ നന്മകൾ, ദൈവം നേരിട്ട് എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകൾ, ഇതൊന്നും ദൈവത്തിൻ്റെ ദാനങ്ങളല്ല, എൻ്റെ സ്വന്തമാണ്, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടുന്നതാണ് എന്നുള്ള ചിന്ത ഒരു വ്യക്തിയിൽ രൂപപ്പെടുമ്പോൾ ആ വ്യക്തി താമസിക്കാതെ ആ കഴിവുകളെല്ലാം, ആ ദാനങ്ങളെല്ലാം തൻ്റെ സ്വന്തമാക്കി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്നകന്ന് ആ കഴിവുകൾ, ആ കിട്ടിയ ദാനങ്ങൾ, സമ്പത്താകാം, ജോലിയാകാം, അവനവൻ്റെ ആരോഗ്യമാകാം, സമയമാകാം, ആ കാര്യങ്ങളെല്ലാം തന്നിഷ്ടപ്രകാരം ചെലവഴിച്ച് നശിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 13-ാം വചനത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഏറെ താമസിയാതെ ഇളയമകൻ എല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ വളർച്ചയിൽ ചെറുപ്പത്തിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, ദൈവം നൽകുന്ന ദാനങ്ങളെല്ലാം അത് ദൈവം നൽകുന്നതല്ല, നമ്മൾ സ്വന്തം ആർജിക്കുന്നതാണെന്നുള്ള ചിന്തയിൽ അത് നമ്മുടെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പിന്നീട് ഒരു കുടുംബം കെട്ടിപ്പടുത്തുനിന്ന് വരാം, ലോകത്തിൽ നമ്മൾ സാധാരണ ജീവിതം നയിച്ചെന്നൊക്കെ വരാം. പക്ഷേ ഈ ദൈവം തരുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഈ ഇളയ മകൻ കാണിച്ചതുപോലെ ദൈവികമായ സമ്പത്തുകൾ നമ്മൾ ധൂർത്തടിച്ച് കളയുക.
ഒരു സാധാരണ കുടുംബജീവിതം പിന്നീട് നമ്മൾ നയിക്കുമ്പോഴും നമ്മുടെ തന്നിഷ്ടപ്രകാരം നമ്മുടെ അഹങ്കാരത്തിൽ ജീവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നന്മകളൊന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വരികയില്ല. എഫേസ്യോസ് 2:10 പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ നമ്മെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ സൽപ്രവർത്തികൾ ഒരുക്കുന്നുണ്ട്. ആ സൽപ്രവർത്തികൾ നമ്മൾക്ക് കാണിച്ചു തരേണ്ടത് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദാനങ്ങളാൽ, നമുക്ക് നൽകുന്ന ദൈവിക ശക്തിയാൽ ആ നന്മ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലൂടെ, ക്രിസ്തു നമ്മിൽ ജീവിച്ചുകൊണ്ട് ആ നന്മ പ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം ക്രമീകരിക്കും. അതല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ദൈവം നൽകുന്ന ദാനങ്ങൾ നമ്മുടെ തന്നെതാണെന്ന് വിചാരിച്ച്, നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ച് നമ്മുടെ സ്വന്തമാക്കി കർത്താവിൽ നിന്നകന്ന് ദൂരേക്ക് മാറുമ്പോൾ ഈ ധൂർത്തപുത്രനെ പോലെ ധൂർത്തനായി ജീവിച്ച്, എന്ന് വെച്ചാൽ ദൈവിക സമ്പത്തുകൾ തന്നിഷ്ടപ്രകാരം ചിലവഴിച്ച് അതെല്ലാം നശിപ്പിച്ച് കളയുക. ലോകത്തിൻ്റെ മുമ്പിൽ ചിലപ്പം നമ്മൾ നശിപ്പിച്ച് കളയായിരിക്കില്ല. ലോകത്തിൻ്റെ മുമ്പിൽ ചിലപ്പം നമ്മളത് സമ്പത്തുണ്ടാക്കുന്നവനായിട്ടും പേരുള്ളവനായിട്ടും പ്രശസ്തിയുള്ളവനായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ ഈ ദൈവിക ദാനങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന വ്യക്തിയായിട്ട് മാറുക. അങ്ങനെ നശിപ്പിച്ച് അവസാനം നമ്മൾ നിരാശയിലേക്ക് പോവുക. അപ്പോൾ ദേശത്തൊരു കഠിനക്ഷാമം ഉണ്ടായി, എല്ലാം ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അതിങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ ദൈവിക ദാനങ്ങളെ വേണ്ട വിധം ഉപയോഗിക്കാതെ നമ്മുടെ തന്നിഷ്ടപ്രകാരം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മിലേക്കൊരു നിരാശ വന്നു, പ്രത്യാശ നഷ്ടപ്പെട്ടു, ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക്, തിന്മയ്ക്ക് അടിപ്പെട്ട് ജീവിക്കുമ്പോൾ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതാണ് കഠിനക്ഷാമം. അപ്പം നമ്മൾ വീണ്ടും ചെയ്യുന്നത്, നമ്മൾ ലോകത്തിൽ അഭയം തേടും. ധൂർത്തപുത്രൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ആ ദേശത്തെ പൗരൻ്റെ അടുത്ത് അഭയം തേടി അയാളവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. നമ്മൾ പലപ്പോഴും പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, ആ പരാജയങ്ങൾ വരുന്നത് ദൈവിക ദാനങ്ങൾ ദൈവഹിതപ്രകാരം ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ആ ഓഹരി ദൈവത്തിൽ നിന്നെടുത്ത് സ്വന്തമാക്കി നമ്മുടെ തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കുമ്പോൾ ഓഹരി നമ്മൾ ധൂർത്തടിക്കുക. അങ്ങനെ ധൂർത്തടിച്ച് നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാകുമ്പോൾ നമ്മൾ അഭയം പ്രാപിക്കുന്ന ഈ പന്നിക്കൂട് ഒന്നുകിൽ ബിയർ പാർലറുകൾ, വൈൻ പാർലറുകൾ, അതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് നമ്മെ അടിപ്പെടുന്ന അനേകം സ്ഥലങ്ങളിലാകാം. ജഡിക പ്രവണതകളിലേക്ക് നമ്മളെ നയിക്കുന്ന അനേക സ്ഥലങ്ങളുണ്ട് ലോകത്തിൽ. ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകും. എന്തിന്? പന്നികളെ മേയ്ക്കാൻ, അല്ലെങ്കിൽ പന്നിയുടെ തവിട് തിന്നാൻ. ഈ സ്ഥലങ്ങളിൽ നിന്ന് തൃപ്തിയടയാം, തൃപ്തി കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് തൃപ്തി കിട്ടില്ല. ധൂർത്തപുത്രൻ പന്നിയുടെ തവിടെങ്കിലും കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അതുപോലും അവന് ലഭിച്ചില്ലെന്നാണ്. നമ്മൾ ലോകമോഹങ്ങളിൽപ്പെട്ട് പരാജയപ്പെട്ട് വീണ്ടും ആശ്വാസത്തിനായി ലോകത്തിലേക്ക് തന്നെ തിരിയുമ്പോൾ, മദ്യപാനത്തിലേക്ക്, ജഡികമായ ആസക്തികളിലേക്ക്, ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് അങ്ങനെ നമ്മൾ തിരിയുമ്പോൾ നമുക്ക് അവിടെ നിന്നും ആശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ ഈ വീഴ്ചയിൽ നിന്നാണ് ഒരുവന് സുബോധമുണ്ടായി തൻ്റെ പിതാവിനോടൊത്ത് ദൈവിക ദാനങ്ങൾ, ദൈവിക സമ്പത്ത് അനുഭവിച്ച്
സന്തോഷത്തോടെ ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അപ്പോൾ അധൂതപുത്രൻ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ എത്രയോ വേലക്കാർ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു, എന്നാൽ ഞാനിവിടെ വിശപ്പ് കൊണ്ട് മരിക്കുന്നു. ഹിയർ ഐ ആം ഡൈയിങ് ഓഫ് ഹങ്കർ. ഐ വിൽ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു മൈ ഫാദർ. ലൂക്കാ സുവിശേഷം 15-18 തിരുവചനമാണ്. ഐ വിൽ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു മൈ ഫാദർ. ഞാൻ എഴുന്നേൽക്കും, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവനോട് പറയും, ഫാദർ, ഐ ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് ഹെവൻ ആൻഡ് ബിഫോർ യു. നിനക്കെതിരെയും സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു. ഐ എം നോ ലോങ്ങർ വർത്തി ടു ബി കോൾഡ് യുവർ സൺ. ട്രീറ്റ് മീ ലൈക്ക് വൺ ഓഫ് യുവർ ഹയേർഡ് ഹാൻഡ്സ്. എൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. എന്നെ ഒരു ദാസനായിട്ട്, നിൻ്റെ ഒരു സെർവൻ്റായിട്ട് പരിഗണിച്ചാൽ മതി. അതായത് ദൈവമകനായിരുന്നവൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞപ്പോൾ ഒരുവൻ്റെ ഓഹരി മുഴുവൻ കർത്താവാണ്. എൻ്റെ ഭാഗതയം അവിടുത്തെ കരങ്ങളിലാണ്. അപ്പോൾ ആ ഓഹരി കർത്താവിൽ നിന്ന് മേടിച്ച് തൻ്റെ സ്വന്തമാക്കി സ്വയം ദൈവമാകാൻ ശ്രമിക്കുക. ഇതാണ് പിശാച് ആദിമാതാപിതാക്കൾക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തിനെതിരെ ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ചാൽ മതി. അപ്പം ദൈവത്തിൻ്റെ ഓഹരി, ദൈവത്തിൻ്റെ സമ്പത്ത് എനിക്ക് ഒരു കാര്യസ്ഥനായിട്ടത് കൈകാര്യം ചെയ്യാൻ കർത്താവ് ചില കാര്യങ്ങൾ വിട്ടുതരും. അത് ദൈവഹിതപ്രകാരം ഞാൻ ഉപയോഗിക്കണം. അതല്ലാതെ ദൈവത്തിനെതിരെ ചിന്തിച്ച് ഓഹരി എൻ്റെ സ്വന്തമാക്കി ഞാൻ എൻ്റെ തന്നിഷ്ടപ്രകാരം ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്നിലേക്ക് തന്നെ തിരിഞ്ഞപ്പോൾ പാപത്തിനടിമയായി എന്ത് ചെയ്തു? പുത്രൻ പറഞ്ഞു, ഈ ധൂർത്തപുത്രൻ പറഞ്ഞ പോലെ, ഐ എം നോ ലോങ്ങർ വർത്തി ടു ബി കോൾഡ് യുവർ സൺ. ഞാൻ പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി. പാപത്തിനടിയായി കഴിയുമ്പോൾ പുത്രസ്ഥാനം നഷ്ടപ്പെടും. എന്നാൽ അവനത് ഏറ്റു പറഞ്ഞു, അനുദപിച്ചപ്പോൾ വീണ്ടും ദൈവമകനായി മാറി. അപ്പോൾ പിതാവ് അവനെ കണ്ട് ദൂരെ വെച്ച് തന്നെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ കാലിൽ ചെരുപ്പും കയ്യിൽ മോതിരമൊക്കെ അണിയിച്ച് സ്വന്തം പുത്രനെ പോലെ സ്വീകരിക്കുക. അപ്പം ധൂർത്തപുത്രൻ്റെ ഈ ഉപമയിൽ കർത്താവ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് ഒരു കുമ്പസാരക്കൂടാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു ചെല്ലുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അനുദപിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ ദൈവം നമുക്ക് നഷ്ടപ്പെട്ട പുത്രസ്ഥാനം തിരിച്ചു തരുന്നു. ഇനി ചിലർ ദൈവമക്കളാണെന്ന ബോധ്യമില്ലാതെ ഒരടിമയെപ്പോലെ ജീവിക്കുന്നു. അടിമത്ത മനോഭാവമാണ്. അവർ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും സഭയിലായിരിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴും ഒരടിമ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന അനേകം മക്കൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാം. അവർക്ക് ദൈവത്തിൻ്റെ ദാനങ്ങളോ ദൈവത്തിൻ്റെ സമ്പത്തോ ഒന്നും സഭയിലായിരിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ആ സന്തോഷത്തിൻ്റെ അനുഭവമില്ല. ദൈവം നൽകുന്ന സംരക്ഷണവും ദൈവം നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒന്നും കാണാൻ കഴിവില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന കുറേ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടും. ലൂക്കാ സുവിശേഷം 15 അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 25 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് കാണും. മൂത്ത മകൻ അവനീ ശബ്ദകോലാഹലങ്ങളൊക്കെ കേട്ട് ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ ഇളയ മകൻ തിരിച്ചു വന്നെന്നും പിതാവ് അവനെ സൽക്കരിക്കുകയാണെന്നും പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിന്നെ പിതാവ് അവനെ ആശ്വസിപ്പിച്ച് പുറത്തു വന്ന് ആശ്വസിപ്പിച്ചവൾ അവൻ പിതാവിനോട് പറയുകയാണ്, മകനാണ് പിതാവിനോട് പറയുന്നത്. ലൂക്കാ സുവിശേഷം 15:29. അവൻ പിതാവിനോട് പറഞ്ഞു, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. അപ്പം മകനായിരുന്നുകൊണ്ട് ദാസ്യവേല ചെയ്യുക.
നമ്മളിൽ പലരും ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ദൈവത്തിൻ്റെ ഓഹരിയൊക്കെ കർത്താവ് നമുക്ക് സമയാസമയത്ത് നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളും നമ്മുടെ ആത്മാവ് ബലപ്പെടാൻ വേണ്ട കാര്യങ്ങളും, ആത്മാവ് ബലപ്പെടാൻ കഷ്ടതകളിലൂടെ നയിക്കപ്പെടാം, നമുക്ക് സഹനങ്ങൾ സഹനങ്ങളിലൂടെ കടത്തിവിടാം. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം പോലെ നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് ദൈവം വേണ്ട കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വേണ്ട സമയത്ത് തന്നെ, എന്നാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതും നമ്മുടെ ആത്മാവിന് പോഷണമേകുന്നതുമായ എല്ലാ കാര്യങ്ങളും സമയാസമയത്ത് കർത്താവ് തരും. അപ്പോൾ അത് ഒന്നും കാണാൻ കഴിവില്ലാതെ അവൻ പറയുകയാണ്, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ദാസ്യ മനോഭാവത്തോടുകൂടി സഭയിലായിരിക്കുന്ന അനേക വ്യക്തികൾ. അവൻ പറയുകയാണ്, ഒരിക്കലും ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. പിതാവ് ആ മകനോട് പറയുകയാണ്, മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ലൂക്ക 15:31. ഫാദർ സെഡ്, യു ആർ ഓൾവേസ് വിത്ത് മീ ആൻഡ് ഓൾ ദാറ്റ് ഈസ് മൈൻ ഈസ് യുവേഴ്സ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനം കൂടെ മനസ്സിലാക്കണം. ഈശോ പറഞ്ഞു, ഓൾ ദാറ്റ് ഫാദർ ഹാസ് ഈസ് മൈൻ. പിതാവിനുള്ളതെല്ലാം എൻ്റേതാണ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. ഇവിടെ മൂത്തപുത്രനോട് ലൂക്ക 15 അധ്യായം 31-ാം വചനത്തിൽ പിതാവ് പറയാണ്, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, എൻ്റേതെല്ലാം നിനക്കുള്ളതാണ്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, പിതാവിനുള്ളതെല്ലാം എൻ്റേതാണ്. ദൈവത്തിൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും മനുഷ്യനും അനുഭവിക്കാൻ വേണ്ടിയിട്ട് ദൈവം വിട്ടു തന്നിരിക്കുകയാണ്. പിതാവിനുള്ളതെല്ലാം എൻ്റേതാണ്. അപ്പോൾ ആ വാക്യം തന്നെയാണ് ഈ മൂത്ത മകനോട് ആ പിതാവ് പറയുന്നത്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, അതുകൊണ്ട് നീ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ശരിക്കും പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് ഒരുവൻ ആവശ്യമുള്ളതെടുത്ത് അവന് വിതരണം ചെയ്ത് നൽകി ദൈവം ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി അവനെ നയിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ഒരു ചിന്ത. അപ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന ചിന്തയോടുകൂടി വ്യാപരിക്കണം. ഒന്ന്, ദാസ്യവൃത്തി ചെയ്യുന്നവരല്ല നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. മാമോദീസായിൽ യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുക വഴി യേശുവിൻ്റെ ശരീരമായി മാറുമ്പം യേശു ദൈവപുത്രനായതുകൊണ്ട് നമ്മളെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മളും ദൈവപുത്രരായി ദത്തെടുക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ വേണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ ജീവിക്കാൻ. കർത്താവാണ് എൻ്റെ ഓഹരി. അപ്പം ദൈവിക സമ്പത്ത് മുഴുവൻ എൻ്റേതാണ്, എന്നാൽ ലോകത്തിൻ്റെ സമ്പത്തുകൾ എൻ്റേതല്ല. ദൈവം തരുന്നത് മാത്രം എനിക്ക് മതി. അതിൽ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് മാത്രമേ തരികയുള്ളൂ. എൻ്റെ ജീവിതത്തിന് ആവശ്യമായത്, അതുകൊണ്ടാണ് സ്വർഗ്ഗസ്നാപിതാവിൽ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ജീവിതത്തിന് ആവശ്യമായത് നൽകുവാൻ ദൈവത്തിനറിയാം. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന ദാനങ്ങൾ അവിടുത്തെ സഭയെ പണിതുയർത്തുവാൻ നമ്മൾ വിശ്വസ്തനായ കാര്യസ്ഥരെ പോലെ ഉപയോഗിക്കണം. നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, അങ്ങനെ നമുക്ക് ഉള്ള സർവസ്വവും നമുക്ക് ജനന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാതാപിതാക്കളിലൂടെ അല്ലാതെയും എല്ലാം കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം ദൈവമാണ് തരുന്നത്. ആ ബോധ്യത്തോടു കൂടി നമ്മൾ ആ ദാനങ്ങളെല്ലാം കർത്താവിൽ നിന്നാണ് താൽക്കാലികമായിട്ട് സ്വീകരിക്കുന്നത് എന്നുള്ള ചിന്തയോടെ, എല്ലാത്തിൻ്റെ അവകാശം കർത്താവിനാണ്, ക്രിസ്തുവിനാണ്. ആ ചിന്തയോടെ സഭയെ പണിതുയർത്താൻ വേണ്ടിയിട്ട് വിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ പോലെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമ പറഞ്ഞ ശേഷം ലൂക്ക 16-ാം അധ്യായം തൊട്ടടുത്ത അധ്യായത്തിൽ ഈശോ പറയുന്ന ഒരു ഉപമ ആ വിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയാണ്. ശരിക്കും അത് ഈ ധൂർത്തപുത്രൻ്റെ ഉപമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കാരണം അവന് ലഭിച്ച കാര്യങ്ങൾ യജമാനൻ്റെ
സമ്പത്ത് കാര്യസ്ഥത ആത്മാർത്ഥമല്ലാതെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക. അതാ ഈശോയോട് പറയുന്ന ഉപമയിൽ പറയുന്നത്. അപ്പം അവിശ്വസ്തനായ കാര്യസ്ഥരായിരിക്കരുത്. ദൈവം അവൻ്റെ സമ്പത്തിൻ്റെ ഒരു ഓഹരി നമുക്ക് താൽക്കാലികമായിട്ട് അനുഭവിക്കാൻ തരുമ്പം അത് ആ ബോധ്യത്തോടുകൂടി വിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ നമ്മൾ വിശ്വസ്തയോടെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തെ പണിതുയർത്താൻ വേണ്ടി, അവൻ്റെ സഭയെ പണിതുയർത്താൻ വേണ്ടി വിശ്വസ്തയോടെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ തിരികെ ഏൽപ്പിക്കണം. അതുകൊണ്ട് ആ ബോധ്യം കൊണ്ട് നമുക്ക് നിറയണം. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മളതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഓഹരി കർത്താവാണ്. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. ആ ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് നൽകുന്നതെല്ലാം എനിക്ക് ദാനമായി നൽകുന്നതാണ്. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തുകൊണ്ട് അവിടുത്തെ സഭയെ പണിതുയർത്തുവാനും അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമായി എപ്പോഴും നിലനിൽക്കുവാനുള്ള കൃപ ഈ പുതുവർഷത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.